തമിഴ്നാട്ടിൽ ആരും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു അട്ടിമറിയാണ് നടന്നിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം DMK അവിടെ ഭരണത്തിൽ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നവർക്കെല്ലാം തന്നെയും വലിയ തോതിലുള്ളൊരു അമ്പരപ്പാണ് അവിടെ വിജയുടെ TVK പാർട്ടി അധികാരത്തിൽ വന്നപ്പോൾ ഉണ്ടായ കാര്യമെന്ന് പറയുന്നത്. പക്ഷേ ഏറ്റവും വലിയൊരു ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും വിജയ് ശരിക്കും പറഞ്ഞാൽ എന്ത് തീരുമാനങ്ങളെടുക്കും, ഈ ഒരു ഭരണം വിജയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, വിജയ്ക്ക് നിലവിൽ ഭൂരിപക്ഷം തികയ്ക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ഇത്രയും സീറ്റുകൾ നേടി, പക്ഷേ ഭൂരിപക്ഷത്തിൽ എത്താനായിട്ട് ഇനിയും കടമ്പ മറികടക്കേണ്ടതുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അതിൽ വിജയ് ഇനി ഒരു സഖ്യം ചേരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം. അതായത് വിജയ് ഈ പറയുന്ന തോതിൽ നിലവിൽ അവിടെ അണ്ണാ DMK BJP സഖ്യം, അതോടൊപ്പം തന്നെ DMK, ഇവരിൽ ആരെ കൂട്ടുപിടിച്ചുകൊണ്ട് വിജയ്ക്ക് മുന്നോട്ട് പോകാനാകുമെന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഒരു കാര്യം വ്യക്തമാണ്, വിജയെ സംബന്ധിച്ചിടത്തോളം നിലവിലത്തെ സാഹചര്യത്തിൽ അവിടെ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പല കടമ്പകളും കടക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു അട്ടിമറി വിജയ നേട്ടം വിജയ്ക്ക് അവിടെ ഉണ്ടായി. പക്ഷേ ഇനിയാണ് ഏറ്റവും കൂടുതൽ റിസ്ക് ആയിട്ടുള്ള ഫാക്ടേഴ്സ് നിലനിൽക്കുന്നതെന്ന് പറയുന്നത്. അതായത് വിജയെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ പാരമ്പര്യമോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ അത്രത്തോളം ഇടപെട്ട് നടക്കുന്ന ഒരു വ്യക്തിയോ അല്ലായിരുന്നു. ആ വിജയ്ക്ക് ഇപ്പോൾ ഇത്രയധികം സീറ്റ് നേടി വിജയത്തിലെത്താനായിട്ട് വിജയുടെ പാർട്ടിക്ക് സാധിച്ചു. അത് വളരെ വലിയ തോതിലൊരു നേട്ടം തന്നെയാണെന്ന കാര്യം സംശയമില്ല. പക്ഷേ ഇനിയാണ് ഓരോ കാര്യങ്ങളിൽ വിജയ് ഒരുപാട് പഠിക്കേണ്ടിയിരിക്കുന്നത് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ വിജയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പലരും ഇപ്പോൾ തുനിയുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ വിജയ്ക്ക് ആരായിരിക്കും സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടാവുക, അല്ലെങ്കിൽ വിജയെ സംബന്ധിച്ചിടത്തോളം ഇനി ആരോടൊപ്പം സഖ്യം ചേരുമെന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം. നിലവിലത്തെ സാഹചര്യത്തിൽ വിജയ്, BJP, അണ്ണാ DMK ഈ മൂന്ന് പാർട്ടികളും തമ്മിൽ സഖ്യം ചേരാനായിട്ടുള്ള എല്ലാ രീതിയിലുമുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടി വരും. അത് ഇന്നല്ലെങ്കിൽ നാളെ ചിലപ്പോൾ സംഭവിക്കാനിടയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണമെന്ന് പറയുന്നത് DMK സംബന്ധിച്ചിടത്തോളം നിലവിൽ ഒരു ഞെട്ടലിലാണ് അവരെന്ന കാര്യത്തിൽ സംശയമില്ല. അതേസമയം BJP സംബന്ധിച്ചിടത്തോളം അവർക്ക് സന്തോഷിക്കാനായിട്ടുള്ള ഒരു വകുപ്പാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ ഉണ്ടായിരിക്കുന്നത്. അതായത് അവർക്ക് ഇനി മുന്നോട്ടുള്ള നാളുകളിൽ ഒരു വേരുറപ്പിക്കാൻ പറ്റിയ ഒരു രീതിയിലോട്ടാണ് വിജയ് ഇപ്പോൾ പാകപ്പെടുത്തി വച്ചിരിക്കുന്ന കാര്യങ്ങൾ തമിഴ്നാട്ടിൽ എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. DMKയെ ഇപ്പോൾ നിലംപരിശാക്കിയിരിക്കുന്ന ഒരവസ്ഥയിലാണ് TVK. ആ ഒരു സാഹചര്യത്തിൽ BJP എന്ന് പറയുന്ന കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്ക് ഒരു അവസരമാണ് തമിഴ്നാട്ടിൽ ഇപ്പോൾ വിജയ് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് അനിവാര്യം തന്നെ. അതായത് BJPയുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ അവർ എവിടെയൊക്കെ എങ്ങനെയൊക്കെ ഭരണത്തിൽ വന്നിട്ടുണ്ട്, ഏത് തരത്തിൽ അവർ അത് നേടിയെടുത്തിട്ടുണ്ട് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ്. അതിനൊരു തുടക്കമാണ് ഇപ്പോൾ TVKയുടെ ഈ ഒരു വിജയം, അല്ലെങ്കിൽ വിജയുടെ ഇനി മുന്നോട്ടുള്ള ഒരു നീക്കം അല്ലെങ്കിൽ പോക്ക് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെ. കാരണം വിജയെ സംബന്ധിച്ചിടത്തോളം വിജയ് ഒറ്റയ്ക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് എത്ര ദൂരം എത്തും, അല്ലെങ്കിൽ നിലവിൽ വിജയുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വിജയുടെ പാർട്ടിയിലുള്ളവരെ പിടിച്ചു നിർത്തേണ്ട ഉത്തരവാദിത്തം, അല്ലെങ്കിൽ ഈ പറയുന്ന തോതിൽ കൊഴിഞ്ഞു പോകാതിരിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട ഉത്തരവാദിത്തം, ഭൂരിപക്ഷത്തിൽ എത്തിക്കുക എന്നുള്ള ഉത്തരവാദിത്തം, മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഭരണം ഏത് തരത്തിൽ കൊണ്ടുപോകണം എന്നുള്ള ഏറ്റവും വലിയൊരു റിസ്ക് ഫാക്ടറൊക്കെ തന്നെയും വിജയ് നേരിടേണ്ടി വരുമെന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. ഇപ്പോൾ ഒരു തരംഗമുണ്ടായി, അതിൽ വിജയ്ക്ക് നേട്ടമുണ്ടായി. പക്ഷേ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും വിജയുടെ ഭരണം ഏത് തരത്തിലായിരിക്കും, വിജയുടെ നീക്കങ്ങൾ ഏത് തരത്തിലായിരിക്കും, തീരുമാനങ്ങൾ ഏത് തരത്തിലായിരിക്കും, വിജയോടൊപ്പം നിൽക്കുന്നവർ ഏത് തരത്തിൽ വിജയ്ക്കൊപ്പം നിൽക്കുമെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിൽ തന്നെയാണ് BJP ഉന്നം വയ്ക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. കോൺഗ്രസ് ഓൾറെഡി അവിടെ ഈ പറയുന്നതിൽ അവിടെ ഉള്ളവർ, അതായത് തമിഴ്നാട്ടിലുള്ള കോൺഗ്രസ്സുകാർ വിജയ്ക്ക് സപ്പോർട്ട് ചെയ്യണം എന്നുള്ള തരത്തിൽ പറയുന്നുണ്ട്. പക്ഷേ ഡൽഹിയിൽ നിന്ന് ആ ഒരു ഉറപ്പ് കൊടുക്കാനായിട്ടുള്ള സാധ്യതകൾ വളരെയേറെ കുറവാണ്. കാരണമെന്ന് പറയുന്നത് ഈ പറയുന്ന തോതിൽ DMKയ്ക്കൊപ്പം നിൽക്കുന്ന ഒരു പാർട്ടി, നിലവിൽ വിജയ് തോൽപ്പിച്ച ഒരു പാർട്ടി, DMKയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന TVK എന്ന് പറയുന്ന പാർട്ടിക്കൊപ്പം ഇന്ത്യ സഖ്യത്തിൽ നിൽക്കുന്ന DMK, കോൺഗ്രസിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന DMKയെ പിണക്കിക്കൊണ്ട് ഈ പറയുന്ന വിജയ്ക്ക് സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് എല്ലാ അർത്ഥത്തിലും തമിഴ്നാട്ടിൽ
പിളരുന്ന തരത്തിലോട്ട് വഴിവെക്കുന്ന രീതിയിലോട്ടേ കാര്യങ്ങൾ മാറത്തുള്ളൂ. അതുകൊണ്ട് അതിനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് പതനമായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. ഇന്ത്യ സഖ്യത്തിൻ്റെയും അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ ചിത്രം തന്നെ മാറ്റിമറിക്കുന്ന തരത്തിലോട്ട് BJPക്ക് വളരാനായിട്ട് ഏറ്റവും കൂടുതൽ വളക്കൂറുണ്ടാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളതും അതിൽ നിന്നും ഉറപ്പാണ്. പക്ഷേ ഇവിടെ നേരെ സംഭവിക്കുന്ന മറ്റൊരു കാര്യം, കാരണം എങ്ങനെ ചിന്തിച്ചാലും BJPക്ക് ഇവിടെ നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. വിജയ്ക്ക് ഇനി മുന്നോട്ട് പോകുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഇനി ഈ ഒരു ഭൂരിപക്ഷം തികയ്ക്കാനായിട്ട് വിജയ് ആരെ കൂട്ടുപിടിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നിലവിലത്തെ സാഹചര്യത്തിൽ വിജയ്ക്ക് ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അണ്ണാ DMK BJP അലയൻസിൽ മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ്. കാരണം വിജയെ സംബന്ധിച്ചിടത്തോളം വിജയ്ക്ക് കേന്ദ്രത്തിൽ ഒരു പിടിപാടുണ്ടാക്കാനും അതോടൊപ്പം തന്നെ DMK പോലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയെ എല്ലാ തരത്തിലും അകറ്റി നിർത്താനും ഒരു കൂട്ടുകെട്ട് ഉണ്ടാക്കിയെടുക്കുക, അതും രാഷ്ട്രീയത്തിൽ അത്രത്തോളം തമിഴ്നാട്ടിലായാലും അതോടൊപ്പം തന്നെ കേന്ദ്രത്തിലായാലും വളരെയധികം സ്ട്രോങ് ഹോൾഡുള്ള ഒരു ബേസ് ഉള്ള രണ്ട് പാർട്ടികളെ കൂട്ടുപിടിക്കുക എന്നുള്ളത് വിജയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഗുണകരമായി മാറുന്ന ഒരു കാര്യം തന്നെയാണ്. നമുക്കറിയാവുന്ന ഒരു കാര്യം, വിജയ് DMK കടന്നാക്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ വിജയ് അണ്ണാ DMKയെ ആ ഒരു തരത്തിലോട്ട് കടന്നാക്രമിച്ചിട്ടില്ല ഈ ഒരു ഇലക്ഷനുകളിൽ എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്, വിജയ്ക്ക് DMK ആയിരുന്നു ഏറ്റവും വലിയ തോതിലുള്ള ഒരു ശത്രു ആയിട്ട് കണ്ടതെന്ന് പറയുന്നത്. അണ്ണാ DMKയോട് ഒരു സൗമ്യ നിലപാടായിരുന്നു പലപ്പോഴും കണ്ടത്. അതുകൊണ്ട് തന്നെയും വിജയ് ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ അണ്ണാ DMK BJP സഖ്യത്തിലേക്ക് എത്തിച്ചേർന്നാലും അത്ഭുതപ്പെടാനില്ല നിലവിലത്തെ സിറ്റുവേഷനിൽ എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ നിർണായകമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്. അത് തള്ളിക്കളയാൻ പറ്റാത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല.